സിജു സ്പീക്കിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ചാലയിൽ സിനിമാ മോഹവുമായി എത്തി തമിഴ് സിനിമയിലെ സൂപ്പർ താരമായി മാറിയത് ആരാണ്? അതിനു മുമ്പേ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. തിരുവനന്തപുരം ചാലയിൽ സിനിമാ മോഹവുമായി 70കളിലെത്തി തമിഴ് സിനിമയിലെ ക്യാപ്റ്റനായി മാറിയ വിജയകാന്ത്, അദ്ദേഹത്തിനെ കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. 1952 ഓഗസ്റ്റ് 25 മധുരയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഡിസംബർ 28, 2023 അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞത്. DMDK പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്സുമായിട്ടുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പും അതുമായൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം സിനിമയിൽ നിന്ന്, പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാണ് അദ്ദേഹം സിനിമയിൽ നിന്നും വിട്ടുന്നത്. ഇല്ലെങ്കിൽ ഇന്നത്തെ നമ്മളെ കമലഹാസൻ, രജനീകാന്ത്, അദ്ദേഹത്തിനെ പോലെയുള്ള സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു അവസരവും കിട്ടിയിരുന്നേനെ. ഒരു കാലത്ത് കമലഹാസൻ, രജനീകാന്തിന് സിനിമാ ലോകത്ത് തന്നെ ഭീഷണി ആയി ഉയർന്ന ഒരു താരമാണ് ക്യാപ്റ്റൻ വിജയകാന്ത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലി തന്നെ ഉണ്ടായിരുന്നു, ഒരു ചെന്തമിഴ് ശൈലി. അത് ഒരു കൂട്ടം എന്നല്ല, ഒരു ജനതയെ വളരെയധികം ആനന്ദിപ്പിച്ചു, സന്തോഷിച്ചു, ആസ്വദിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അച്ഛൻ അളകർ സ്വാമി അരിമില്ല് ആയിരുന്നു. അപ്പോൾ മില്ല് അത്യാവശ്യം സാമ്പത്തികം ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ജനിച്ചതും. തിരുവനന്തപുരത്ത് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി ഉടമയായതും സിനിമ പോലെ ഒരു കഥയാണ്. മധുരയിലെ ബാല്യകാല സുഹൃത്ത് സുന്ദരരാജന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് നമ്മുടെ തിരുവനന്തപുരം ചാല പിള്ളയാർ കോവിൽ ലൈനിലായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരനെ സുന്ദരരാജനെ കാണാൻ വരികയും അദ്ദേഹത്തിന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ താമസിക്കുകയും അക്കാലത്ത് കണ്ണന്റെ സ്ഥാപനമായിരുന്ന ജ്യോതി ജ്വല്ലറി മാർട്ട്, കുട്ടിക്കാലത്ത് മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ജ്വല്ലറിയിലും പോകുമായിരുന്നു. അവിടെ എപ്പോഴും നല്ല തിരക്കായിരുന്നു അക്കാലത്ത്. എന്നാൽ കണ്ണൻ മരിച്ചതോടെ ജ്യോതി ജ്വല്ലറി പ്രതിസന്ധിയിലാകുകയും ഈ ഘട്ടത്തിൽ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം അന്ന് 7 ലക്ഷം രൂപ നൽകി ആ ജ്വല്ലറി നടത്താനായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. 1970 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് ഈ ജ്യോതി ജ്വല്ലറിയൊക്കെ ഏറ്റെടുത്തെങ്കിലും അത് വിജയകരമായി കൊണ്ടുപോകാൻ നമ്മുടെ ഇന്നത്തെ ക്യാപ്റ്റൻ വിജയകാന്തിന് അന്ന് സാധിച്ചിരുന്നില്ല. അന്ന് പരാജയത്തിലേക്ക് നയിക്കുകയും കച്ചവടം മോശമാകുകയും അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരികയും മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. സത്യൻ സിനിമകളേറെ ഇഷ്ടപ്പെട്ട അദ്ദേഹം മലയാള സിനിമയിൽ അവസരത്തിനായി തേടിയാണ് നമ്മളെ തിരുവനന്തപുരത്ത് ചാൻസ് തേടി അലഞ്ഞു. എന്നാൽ പല വാതിലുകളും മുട്ടിയെങ്കിലും രാവിലെ മുതൽ വൈകിട്ട് ചാൻസുകൾ തേടി പലരെയും, സിനിമാ സംവിധായകരെയും പ്രവർത്തകരെയും ഒക്കെ കണ്ടിരുന്നു. എന്നാൽ അതിലൊന്നും അന്ന് അദ്ദേഹത്തിന് ഫലമുണ്ടായില്ല, അവസരം കിട്ടിയില്ല. ഒരു തമിഴ് സിനിമയിൽ ചാൻസ് കിട്ടിയതിൽ അഭിനയം പോരാ എന്ന് പറഞ്ഞ് പുറത്താക്കുകയും അത് അദ്ദേഹത്തിന് വളരെയധികം വിഷമപ്പെടുത്തുകയും, എന്നാൽ അദ്ദേഹം അതിലൊന്നും തളർന്നില്ല. വാശിയോടെ മുന്നോട്ട് നീങ്ങുകയും മലയാളത്തിൽ അവസരം ചോദിച്ച് അലഞ്ഞു. മലയാള സിനിമയിൽ അവസരം അന്ന് അദ്ദേഹത്തിന് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഓണക്കാലത്ത് മിക്കവാറും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും. ഓണത്തെ ഈസ്റ്റ് ഫോർട്ടിലെ ചിപ്സ് എല്ലാം വാങ്ങി ആണ്
മലയാള സിനിമകൾ കാണാൻ തിയേറ്ററുകളിൽ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ മടിയില്ലാതെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിൽക്കാലത്ത് ഈ ചാൻസ് ചോദിച്ചവരെ കണ്ടപ്പോഴൊന്നും അദ്ദേഹം യാതൊരു ചാൻസ് കൊടുത്തില്ല എന്നുള്ള പരിഭവവും കാണിച്ചില്ല. 1979 എനിക്കും ഇളമൈ എന്നുള്ള സിനിമയിൽ കൂടെയാണ് അദ്ദേഹം തമിഴ് സിനിമാ ലോകത്തേക്ക് വരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ 3 സിനിമകളും ഇറങ്ങിയത് പരാജയമായിരുന്നു. 4ാമത്തെ സിനിമയിലൂടെയാണ് വിജയം കണ്ടെത്തുന്നത്. MA ഖാജയുടെ നിർദ്ദേശപ്രകാരമാണ് വിജയകാന്ത് എന്നുള്ള പേര് വരികയും അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് വിജയകാന്ത് എന്നുള്ള പ്രതിഭ തിളങ്ങുകയും ചെയ്തത്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട്. കാരണം സമ്മന്തിപ്പൂ, പുലൻ വിചാരണൈ, കറുപ്പ് നില, ഭരതൻ, രാജതുരൈ 90കളിൽ വൻ വിജയമായ സിനിമയാണ്. തേരോട്ടം, സമ്മന്തിപ്പൂ, ദൂരത്ത്, ഇടിമുഴക്കം, ചട്ടം, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, നമ്മുടെ ഇളയ ദളപതിയെ കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയിലൂടെയാണ് ഒരു എൻട്രി ഇളയ ദളപതിക്ക് കൊടുക്കുന്നത്. സിന്ദൂരപാണ്ടി, ആ സിനിമയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ വിജയ്ക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള ഹൃദയ മനസ്സിന്റെ ഉടമ വലിയ സൂപ്പർ താരമാകുമ്പോൾ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ഒരു എൻട്രി കൊടുക്കാറ്. എന്നാൽ വിജയ് എന്നുള്ള നമ്മുടെ ഇളയ ദളപതിക്ക് വരുവാൻ ഒരവസരം, അല്ലെങ്കിൽ പ്രതിഭ തിളങ്ങുവാൻ ഒരവസരം അന്നത്തെ സൂപ്പർ ക്യാപ്റ്റൻ താരമായി നിന്നപ്പോൾ പോലും അതിനും ഒരു അവസരം കൊടുത്ത മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക, കൈയെറിഞ്ഞ് സഹായിക്കുക, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഓഡിറ്റോറിയങ്ങൾ മധുരയിൽ പാവങ്ങൾക്ക് സൗജന്യമായി വിവാഹം നടത്തുവാൻ തുറന്നു കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന നടന്മാര് പുറമേ കാണിക്കുന്നത് പോലെയല്ല. പലരും സിനിമയിൽ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ ആരാധകരെ അധികം സ്നേഹിക്കുമെന്ന്. എന്നാൽ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം. വളരെയധികം ആരാധകരെ സ്നേഹിച്ചിരുന്നു, കൈയെറിഞ്ഞ് സഹായിച്ചിരുന്നു. അങ്ങനെയെല്ലാം ഒരു മനസ്സിന് ഉടമയായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്ര ഹൃദയ സ്നേഹമുള്ള ഒരു നടനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞില്ലെന്നെങ്കിലും മറ്റു കാരണമുണ്ടെങ്കിൽ കമൻസിലിടുക. ഇനിയുള്ള വീഡിയോയിൽ തിരിച്ചുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വിജയിപ്പിച്ച എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ഒപ്പം ഹാപ്പി ന്യൂ ഇയറും നേരുന്നു. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് പുതിയ കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ ഒക്കെ സാധിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവർക്കും ഒരു സ്നേഹം നിറഞ്ഞ താങ്ക്സ് പറയുന്നു. ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.